വേവ് ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നമ്മളിപ്പോൾ പഠിച്ചു ഹൈഗെയിൻസ് വേവ് തിയറി പഠിച്ചു, അതുപോലെ ഇൻ്റർഫറൻസ്, അതിനുശേഷം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും പഠിച്ചു. ഇനി ബാക്കിയുള്ളത് ഡിഫ്രാക്ഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക. ഡിഫ്രാക്ഷൻ ഇസ് ദി ഫിനോമിനൻ ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ് around the corners of an obstacle. This bending become more pronounced when the dimensions of the obstacle are comparable to the wavelength of light. അതായത് ഒബ്സ്റ്റക്കിളിൻ്റെ അല്ലെങ്കിൽ അപ്പർച്ചറിൻ്റെ സൈസ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ അതേ ഓർഡറിലാണെങ്കിൽ ഡിഫ്രാക്ഷൻ ഒന്നും കൂടി ഡോമിനൻ്റ് ആയിരിക്കും. Thus, the narrower is the slit, the greater is the spreading. Out of the three cases shown, diffraction is most pronounced when the slit width is smaller than the wavelength lambda. അതായത് ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തന്ന സ്ക്രീനിൽ കാണുന്ന മൂന്ന് കേസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലിറ്റ് വിഡ്ത്ത് ലാംഡേനേക്കാളും കൂടിയാൽ, രണ്ടാമത്തെ കേസിൽ ഈക്വൽ ആയാൽ, മൂന്നാമത്തെ കേസിൽ കുറഞ്ഞാൽ, ഈ മൂന്ന് കേസസിലും വെച്ചിട്ട് ഡിഫ്രാക്ഷൻ ഏറ്റവും പ്രൊനൗൺസ്ഡ് ആവുന്നത് കേസ് 3 ആണ്. അതായത് ലാസ്റ്റ് കേസ് എ ഈസ് ലെസ് ദാൻ ലാംഡ. The phenomenon of diffraction is possible to all types of waves. എല്ലാ വേവ്സിലും ഡിഫ്രാക്ഷൻ പോസിബിൾ ആണ്. പക്ഷേ സൗണ്ട് വേവ്സിലും റേഡിയോ വേവ്സിലും ഡിഫ്രാക്ഷൻ ഒന്നും കൂടെ ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യും. അതിൻ്റെ കാരണം the wavelength of these waves, that is sound waves and radio waves, is large and the obstacles of the size are easily available. But for visible light, lambda is very small. Therefore, diffraction of visible light is not common because the size of this obstacle are not easily available. അതായത് റേഡിയോ വേവ്സിലും സൗണ്ട് വേവ്സിൻ്റെയും വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് ആ സൈസിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഈസിലി അവൈലബിൾ ആണ്. അതുകൊണ്ട് റേഡിയോ വേവ്സിലും സൗണ്ട് വേവ്സിലും ഡിഫ്രാക്ഷൻ ഈസി ആയിട്ട് നടക്കും. പക്ഷേ വിസിബിൾ ലൈറ്റിൽ ഡിഫ്രാക്ഷൻ അത്ര പോസിബിൾ അല്ല. കാരണം വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കുറവാണ്. ആ സൈസിലുള്ള ഒബ്സ്റ്റക്കിൾ നോട്ട് ഈസിലി അവൈലബിൾ. അക്കോർഡിംഗ് ടു ഫ്രെണൽ, diffraction occurs due to the mutual interference of secondary wavelets starting from the wavefront which are not blocked by the obstacle. This is the experimental setup for the study of diffraction of light at a single slit. Okay, and this is the slit AB, and AB is having width small letter a. We studied that in order to produce diffraction pattern, the size of the slit will be of the order of wavelength of light used. Here the slit width AB is of the order of wavelength of light used. Therefore, a screen is kept which is at a distance from the slit AB, and therefore the diffraction pattern is produced on the screen. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡിഫ്രാക്ഷൻ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ലിറ്റിൻ്റെ വിഡ്ത്തും അതുപോലെ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും ഒരേ ഓർഡറിലായിരിക്കണം. എന്നാൽ മാത്രമേ ഡിഫ്രാക്ഷൻ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ ഈ കേസ് ആ ഒരു കണ്ടീഷൻ ഈ കേസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്തിരിക്കുന്ന സ്ക്രീനിൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഈ സ്ക്രീനിൽ കിട്ടിയ ഡിഫ്രാക്ഷൻ പാറ്റേൺ കൺസിസ്റ്റ് ഓഫ് central bright band having alternate dark and weak bright bands of
decreasing intensity on both sides. ഇൻ്റർഫറൻസ് പാറ്റേണിലേതുപോലെ തന്നെ ഇവിടെയും ഓൾട്ടർനേറ്റ് ഡാർക്കും ബ്രൈറ്റും ബാൻഡ്സ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിന് ചുറ്റും ഓൾട്ടർനേറ്റ് ഡാർക്കും ബ്രൈറ്റ് ബാൻഡ്സും തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇൻ്റർഫറൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇൻ്റർഫറൻസ് പാറ്റേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ചെറിയ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ബ്രൈറ്റ് ബാൻഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ഓരോന്ന് കഴിയുമ്പോഴും അടുത്തടുത്തതാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ സൈഡിലും. അപ്പോൾ ഇവിടെ സെൻട്രൽ മാക്സിമത്തിൽ ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടുതലും, പിന്നെ ഓരോന്നോരോന്നാകുമ്പോൾ ഇൻറ്റൻസിറ്റി കുറഞ്ഞാണ് വരിക. ഓക്കെ, ഇതാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഇവിടെ ഞാൻ സി എന്നുള്ള പോയിന്റ് സ്ലിറ്റിൻ്റെ സെൻറ്ററിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയിൽ നിന്ന് പോകുന്ന സെക്കൻഡറി വേവ്സും ബിയിൽ നിന്ന് പോകുന്ന സെക്കൻഡറി വേവ്സും ഒ എന്നുള്ള പോയിന്റിലെത്തുമ്പോഴത്തേക്ക് അവ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് സെൻട്രൽ മാക്സിമമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം ഈ രണ്ട് സെക്കൻഡറി വേവ്സിനും പാത്ത് ഡിഫറൻസ്, കാരണം ഇത് സിയിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയ്ക്ക് പാത്ത് ഡിഫറൻസ് 0 ആണ്. അതുകൊണ്ട് അവ സെൻട്രൽ മാക്സിമമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് സെൻട്രൽ മാക്സിമം ഓയിൽ സെൻട്രൽ മാക്സിമം ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ചെയ്ത പോലെ ഏതൊക്കെ പോയിന്റിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിലാണ് ഇൻറ്റൻസിറ്റി മാക്സിമം ആവുക, ഏതൊക്കെ പോയിന്റിലാണ് ഇൻറ്റൻസിറ്റി മിനിമം ആവുക എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, for finding the path difference between the secondary waves from A and B, അതായത് എയിൽ നിന്ന് പോകുന്ന സെക്കൻഡറി വേവ്ലെറ്റ്സ് പി എത്തുന്നതും അതുപോലെ ബിയിൽ നിന്ന് പോകുന്ന സെക്കൻഡറി വേവ്ലെറ്റ്സ് പിയിലെത്തുന്നതും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. എയിൽ നിന്ന് ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തത് ഈ നീളമായിരിക്കും ഇവയുടെ പാത്ത് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഈ നീളം കണ്ടുപിടിച്ചാൽ പാത്ത് ഡിഫറൻസ് കിട്ടും. അങ്ങനെ ആ പാത്ത് ഡിഫറൻസ് കിട്ടിയാൽ ഇൻറ്റൻസിറ്റി മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫ്രം ട്രയാങ്കിൾ ABN അതിൻ്റെ അകത്ത് ഈ നീളം കണ്ടുപിടിക്കുക, അതായത് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിള് തീറ്റയാണ്. അപ്പോൾ ഈ തീറ്റയെ സംബന്ധിച്ചിടത്തോളം ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് ഹൈപ്പോട്ടനസ്. അപ്പോൾ എന്തെടുക്കണം, സൈൻ തീറ്റ എടുക്കണം. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ എന്താവും, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു opposite side BN by AB, BN by AB. Okay, that is sin theta is equal to BN by AB, BN equal to AB sin theta equal to A sin theta. Now we want to analyze the diffraction pattern. Okay, in this case we can divide the whole wavefront into 2 equal halves. അതായത് എ ബി എന്നുള്ള വേവ് ഫ്രണ്ടിനെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എ സിയും അതുപോലെ സി ബിയും. Therefore we can say that the path difference between secondary waves from A and B is lambda. Then the path difference between A and C is lambda by 2. Due to this path difference lambda by 2, these two waves will interfere destructively at P. Therefore, at the point P, it will be a minimum intensity and that point is called secondary minimum. It is formed on either side of the central maxima. അതായത് സെൻട്രൽ മാക്സിമയുടെ താഴെയും മുകളിലും ഫസ്റ്റ് സെക്കൻഡറി മിനിമ ഫോം ചെയ്യും. If the path difference is 2 lambda, we can divide the wavefront into 4 equal parts. Hence,
all these interfere destructively. Therefore, we can generalize A sin theta is equal to n lambda for secondary minimum. If the path difference between secondary waves from A and B is 3 lambda by 2. Here we divide the wavefront into 3 equal parts. Therefore, the path difference between first 2 parts will be lambda by 2. Okay, they will interfere destructively. However, the third unused part of wavefront will interfere constructively to produce weak first secondary maximum. Similarly, at 5 lambda by 2 also. Therefore, in general, we can say A sin theta is equal to 2n plus 1 lambda by 2, where n equal to 1, 2, 3, etc. നിങ്ങൾക്ക് സ്ക്രീനിൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ കാണാൻ പറ്റും. O എന്നുള്ള പോയിന്റ് മാക്സിമം ഇൻറ്റൻസിറ്റി, അതായത് സെൻട്രൽ മാക്സിമ. പിന്നെ അതിൻ്റെ മുകളിലും താഴെയായിട്ട് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ താഴെ മുകളിലായിട്ട് സെക്കൻഡറി മാക്സിമ, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്നും കൂടെ കുറഞ്ഞിട്ടുണ്ട്. We can define linear width of central maxima as the distance between first secondary minima on either side of central maxima. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട്. അതായത് സെൻട്രൽ മാക്സിമയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഫസ്റ്റ് സെക്കൻഡറി മിനിമ ഉണ്ട്, മുകളിലും താഴെയും. അപ്പോൾ 2 സെക്കൻഡറി മിനിമ തമ്മിലുള്ള ഡിസ്റ്റൻസ്. When source of light is monochromatic, the diffraction pattern consists of alternate bright and dark bands of unequal widths. The central bright fringe has maximum intensity. When a source is emitting white light, the diffraction pattern is colored. The central maximum is white, but other bands are colored. ഇത് നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്യണേ. വൈറ്റ് ലൈറ്റും മോണോക്രോമാറ്റിക് ലൈറ്റും ഉപയോഗിക്കുമ്പോഴുള്ള ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ വ്യത്യാസം. അടുത്തത് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് ഞാൻ പിന്നെയും പറയുന്നില്ല, കാരണം ഡിഫ്രാക്ഷനൊക്കെ പറയുമ്പം ഞാൻ ഇടയിൽ പല പോയിൻറ്റുകളും പറഞ്ഞതാണ്. നിങ്ങൾ ഇതേപോലെ നോക്കിയിട്ട് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യാം. ഡിഫ്രാക്ഷൻ പാറ്റേൺ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാം. ഇതേപോലെ 2 ബ്ലേഡ് ക്ലോസ് ആയി എടുത്ത് വെച്ചിട്ട് ലൈറ്റ് ഫിലമെൻറ്റ് ലൈറ്റാണ് നല്ലത്, ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിഫ്രാക്ഷൻ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇൻ്റർഫറൻസ് പോലെ അവിടെ നമ്മൾ ഡബിൾ സ്ലിറ്റാണ്, ഇവിടെ ഡിഫ്രാക്ഷനിൽ സിംഗിൾ സ്ലിറ്റാണ്. അതിൻ്റെ പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് 2 കണ്ടീഷൻ, അവിടെയും കൺസ്ട്രക്റ്റീവിലും ഡിസ്ട്രക്റ്റീവും ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 കണ്ടീഷൻ. ഇവിടെ സെക്കൻഡറി മിനിമയും സെക്കൻഡറി മാക്സിമയും ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ അത് തന്നെയാണ് ഡിഫ്രാക്ഷൻ. Consider that you are sitting at this point in this room, and a music system kept in another room is playing music. Since the door of this room is open, you are able to hear the music even if you are not present in front of the door. This means that sound waves somehow bent across the door and reached your ears. This phenomenon of bending of wave around the corners of an obstacle or aperture is called diffraction of a wave. The process of diffraction can be explained using Huygens principle. When the waves from the music player reach the opening, according to Huygens principle, every point on the wavefront will act as source of secondary wavelets. The waves coming from these sources will again propagate in all directions. Some of these waves reach your ears, making the music player audible. Now, the extent of bending depends upon the value of wavelength
compared to the size of the opening. If the opening is much larger than the wavelength, then the bending will be almost unnoticeable. But if the opening is smaller than or almost equal to the wavelength of the wave, then the bending will be high. Now consider another situation where we have a light source instead of a music system. As we can see here, the light waves have illuminated only this part of the room. This means that the light waves did not bend to illuminate this region. This type of regions where a particular wave is unable to penetrate is called shadow region. Now, the question is, why did the light waves bend so least and sound waves bend so high? The answer to this lies in the property of wave, which states that the extent of bending of any wave depends upon the value of its wavelength lambda compared to the size of the opening d. The bending of a wave or diffraction will be high only if the size of the opening d is either comparable to lambda or is smaller than lambda. Since the audible sound waves have large wavelength in the order of 1 centimeter to 10 meter, the sound waves undergo high diffraction. However, the wavelengths of visible light is extremely small compared to the size of the opening d. Due to this, the diffraction is almost negligible. Now, if we reduce the size of the opening to few micrometers, which is almost comparable to wavelength of the light waves, then the light waves undergo diffraction like sound waves. Fraunhofer's diffraction at a single slit. When a monochromatic light wave is allowed to fall on a tiny opening with size in few micrometers, the light undergoes diffraction. Now, if we place a screen in front of the opening, alternate dark and bright pattern is formed on the screen. Now let us discuss about the diffraction pattern formed by a monochromatic light source. Consider a plane wavefront XY of wavelength lambda incident on a narrow slit AB of width small a. According to Huygens principle, every point on the wavefront at the slit will become source of secondary wavelets. Waves of same amplitude are emitted from these points in all directions. With the help of a convex lens L, all these waves are focused onto a screen placed at a distance d from the slit. A diffraction pattern is obtained on the screen, and the pattern consists of alternate bright and dark bands of decreasing intensity on either side of the central maximum. Now, let's calculate what causes these bands. Now consider a point O on the screen which lies on the perpendicular bisector of the slit. The wavelets that fall on the lens L1 parallel to CO converge on point O, since the waves from these points travel equal distances to reach point O. The phase difference between them will be zero. The waves superpose with each other and produce maximum intensity at O. This point O becomes the location of central bright fringe. Now consider an arbitrary point P on the screen. All the secondary waves from the slit AB make an angle theta with CO and reach the point P. The intensity at point P depends on the path difference between the waves. Now, let us draw a perpendicular AN from the point A to this ray diffracted from B. Now, the distance BN gives the path difference between the secondary waves from A and B reaching point P. From triangle ANB, BN by AB is equal to sin theta and BN is equal to AB sin theta. Since AB is the slit width which is equal to A and BN is the path difference,
Therefore, the path difference is equal to a sin theta. Now, case 1. If the path difference between the waves is equal to lambda. To analyze this condition, let us divide the whole wavefront AB into two equal halves, AC and CB. Since the path difference between the secondary waves from A and B is lambda, the path difference between the secondary waves from A and C reaching P will be lambda by 2. Due to path difference of lambda by 2, these two waves will interfere destructively at point P. Overall, point P will be of minimum intensity and it is called first secondary minimum, and it is formed on either side of the central maximum. The angle of diffraction theta, for which the first secondary minimum is produced, is given by the relation A sin theta is equal to lambda, or sin theta is equal to lambda divided by A. Since theta is very small, sin theta is approximately taken as theta. Therefore, theta is equal to lambda by A. If the path difference between secondary waves from A and B is equal to 2 lambda, in this case, the wavefront AB can be divided into 4 equal parts. Now, every point in a part will have a point in its adjacent part, for which the path difference is 2 lambda by 4 or lambda by 2. Hence, all these waves will interfere destructively. In general, the angle of diffraction theta n for nth secondary minimum is given by A sin theta n is equal to n lambda, where n is equal to 1, 2, 3, 4 and so on. Now let us find the positions of secondary maxima. If the path difference between the secondary waves A and B is equal to 3 lambda by 2, in this case, the wavefront AB can be divided into 3 equal parts. The path difference between the corresponding points of the first two parts will be equal to lambda by 2. Therefore, they will interfere destructively. However, the wavelets from the third unused part will interfere constructively at point P to produce a weak first secondary maxima. Similarly, second secondary maxima will be formed on the screen where the path difference is equal to 5 lambda by 2. In general, the angle of diffraction for which the secondary maximum are produced is given by A sin theta n is equal to 2n plus 1 lambda by 2, where n is equal to 1, 2, 3, 4, so on. Now, let us look at the width of the central maximum. The linear width of the central maximum is the distance between the first secondary minimum on either sides of the central maximum at O. Linear width of central maximum is given by W is equal to 2 lambda D divided by A. Here D is the distance of the screen from the slit, A is the width of the narrow slit, and lambda is the wavelength of the light. Angular width of the central maximum is given by omega is equal to 2 lambda divided by A, and the units of angular width is radian. Figure here shows the intensity of diffraction pattern for single slit for various angular positions sin theta. The pattern has central bright maximum formed at point O. The angular positions of various secondary minima are sin theta is equal to plus lambda by A minus lambda by A plus 2 lambda by A minus 2 lambda by A and so on. Similarly, the angular positions of various secondary maxima are sin theta is equal to 3 lambda by 2A minus 3 lambda by 2A plus 5 lambda by 2A minus 5 lambda by 2A and so on.
the intensity of central maximum is highest and the intensities of secondary maxima goes on decreasing as the distance from the center O goes on increasing.